ശ്രീലത നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്തിനാ അച്ഛൻ മക്കളെ ബലാത്സംഗം ചെയ്തത് കേൾക്കുന്നു, ഒരു സഹോദരൻ സഹോദരിയെ, ഒരു അമ്മയെ മകൻ, ഇതെല്ലാം സീരിയല് കണ്ടിട്ടാണോ സംഭവിക്കുന്നത്? പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാര്, ഇപ്പൊ നമുക്കറിയാം ഈ വൈകുന്നേരം ഇരുന്ന് സാധാരണക്കാരായുള്ള വീട്ടമ്മമാരാണ് ഇത് കൂടുതൽ കാണുന്നത്. നിങ്ങളിപ്പോ ഒരു വാർത്ത നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒളിച്ചോടി പോയതായിട്ടോ അല്ലെ അവിഹിതത്തിൽപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അവരിൽ വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും ഇവർക്ക് കിട്ടുന്നത്. കാരണം നിരന്തരമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അവിഹിതത്തിന്റെയും ഒളിച്ചോട്ടത്തിന്റെയും ഒക്കെ കഥകളാണ്. അതാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. എല്ലാ അങ്ങനെ പറയരുത്. ഒരു ചെറിയ പെമ്പിള്ളേരും ആമ്പിള്ളേരും സീരിയൽ കാണുന്നില്ല. സാധാരണ സ്ത്രീകളാണ് കൂടുതൽ സീരിയൽ കാണുന്നത്. ആരോളിച്ചോടി പോണ സീരിയൽ കണ്ടിട്ട് കണ്ടിട്ടല്ല പോണത്. എനിക്കൊരു സംശയം, പ്രകാശ് വലങ്ങറെ, അതായത് ഈ അപ്പൂപ്പനെ ചുവന്ന് മാറ്റിയത് ഏത് നാട്ടിലാ? നമ്മുടെ നാട്ടിലാ, കൊട്ടാരക്കര. ഇതെല്ലാം കൊട്ടാരക്കര. പ്രിയങ്ക മേഡം പറഞ്ഞത് പുതിയ തലമുറ. സാറേ ഒരൊറ്റ കാര്യം പറഞ്ഞു, പുതിയ തലമുറ നിങ്ങൾ പറയാൻ കറക്റ്റ് ആണ്. പുതിയ തലമുറ ഈ പറയുന്ന കോപ്രായം കാണാൻ റെഡിയല്ല. ആ വാക്ക് പിൻവലിക്കും എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്ന അങ്ങനെയാണ്. കാര്യം എന്താ പറയുക, അവർ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരൊന്നും ഈ TV സീരിയൽ കാണാനോ അവർ ഈ വൈകിട്ട് 6:30 മണി മുതൽ അല്ല ഞാൻ പുള്ളി പറഞ്ഞത് 6 മണി മുതൽ 10 മണി വരെ അവർ അതുകൊണ്ട് അവർ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാനൊരു കാര്യം, ഈ സീരിയല് കണ്ടിട്ടേ ആരെങ്കിലും ഒളിച്ചോടി പോയോ? ശ്രീലത മേഡം ഞാൻ പറയാം, കുട്ടികളല്ല അമ്മമാർ ഒളിച്ചോടി പോയിട്ടുണ്ട്. അല്ല അതിന് സീരിയല് കാണണമെന്നില്ല. ദൃശ്യം സിനിമ കണ്ടിട്ട് അതേപോലെ പ്രകാശ് നടന്നിട്ടുണ്ട്. ഒളിച്ചോടി പോകണമെങ്കിൽ സീരിയൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടില് സ്ഥിരമായിട്ട് 10 വർഷമായിട്ട് സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ അയൽവക്കത്തുള്ള വീട്ടുകാരും എല്ലാം സീരിയൽ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയപ്പോൾ അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവനെ ആ സീരിയൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭാര്യ എങ്ങനെ വേണം നോക്കാൻ. കാരണം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ചേട്ടാ ഈ പറയുന്ന ആൾക്കാർ, അതായത് ചേട്ടൻ പറഞ്ഞു സീരിയൽ കണ്ട് വഴിതെറ്റി പോകുന്നു, വഴിതെറ്റിപ്പോയ ഒരു 5 പേരുടെ പേര് ചേട്ടൻ എന്ന് പറയാവോ? തീർച്ചയായിട്ടും. ആര്? അത് നമുക്ക് വെറുതെ നമുക്ക് പറയാം, സീരിയൽ കണ്ട് വഴിതെറ്റുന്നു. സീരിയൽ കാണണം, വഴി തെറ്റണമെങ്കിൽ സീരിയൽ കാണേണ്ട ആവശ്യമില്ല. വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഈ സീരിയൽ കാണാതെ എത്രയോ ആൾക്കാർ വഴിതെറ്റി പോകുന്നത്, സീരിയൽ കണ്ടുകൊണ്ട് വഴിതെറ്റി പോകുന്നു. അത് വെറും പൊട്ടത്തരല്ലേ? പൊട്ടത്തരമല്ല. സീരിയലിൽ നിങ്ങൾ കൊടുക്കുന്ന എന്താ സന്ദേശം? സീരിയലിൽ നിങ്ങൾ കൊടുക്കുന്ന തെറ്റായ സന്ദേശം. 5 സീരിയൽ അടിച്ച് തള്ളിയിടുന്നു. അങ്ങനെ ഈ സമൂഹത്തിൽ നടക്കുന്നില്ല. നടക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സന്ദേശം എന്തിനു കൊടുക്കുന്നു? സാർ പറഞ്ഞു സീരിയൽ കാണാറില്ലെന്ന്. പറഞ്ഞ ഏതെങ്കിലും സീരിയൽ കണ്ടിട്ടുണ്ടോ? സീരിയലിന്റെ പേരൊന്ന് പറയും. ഒരു സീരിയലിന്റെ പേര് പറയും. ഒരു സീരിയലിന്റെ പേര് മറുപടി. സീരിയൽ കാണാറുണ്ടോ? ഇല്ല. സീരിയല് ഫുൾ ആയിട്ടിരുന്ന് കാണാൻ ഒരിക്കലും പറ്റത്തില്ല, കാണാത്തില്ല. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കാണാറുണ്ട്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല, ഇതിന്റെ ചില റീൽസ് പോലുള്ള സംഗതികൾ കാണാറുണ്ട്. ഈ റീൽസുകളിലെല്ലാം പാർട്ടുകളെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള പാർട്ടുകളാണ് റീൽസുകളിലൂടെ കാണിക്കുന്നത്. അത് ചിലപ്പോ നിങ്ങളുള്ള വിരോധം കൊണ്ടാണോ മറ്റു കാര്യങ്ങൾ കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. അത്തരത്തിലുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ കാണിക്കുന്നത് അവിഹിതത്തെ കുറിച്ചും ഭർത്താക്കന്മാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെ കുറിച്ചും മരുമക്കളെ അടിച്ചമർത്തി കണ്ണീര് കുടിപ്പിക്കുന്നതിനെ കുറിച്ചും ഇത് മാത്രമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.